സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 23 മുതൽ 26 വരെ. യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ച് തുടങ്ങി. പരീശന്മാർ യേശുവിനോട്, നോക്കൂ, ഇവർ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ അബ്യാഥാർ മഹാപുരോഹിതൻ്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, നാം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലെ അവസാന വാക്യമായ മർക്കോസ് 2:16 ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. ന്യായപ്രമാണം സംബന്ധിച്ചുള്ള പഴയ നിയമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നടന്ന ദാവീദിൻ്റെ കാലത്തെ ഒരു സംഭവമാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പഴയ നിയമത്തിലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്ര സംഭവം, അഥവാ ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, അത് ഓർപ്പിച്ചുകൊണ്ട് യേശു ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന്. ഈ ചോദ്യം ഇന്ന് നമ്മോട് ചോദിക്കുന്നത് പഴയ നിയമത്തിലെ ഇതുപോലെയുള്ള എത്രയെത്ര സംഭവ ചരിത്രങ്ങളാണ് സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ യേശു ചെയ്തതും അതുപോലെ അപ്പോസ്തലന്മാർ ചെയ്തതും അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിയ വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, ഇതെല്ലാം ഒരിക്കലും അഥവാ ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉദിക്കുകയാണ്. ഈ 2026 വർഷം നമുക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? ഈ വർഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞാൻ അനുദിനം വായിക്കും, അതിനായി സമയം കണ്ടെത്തും. അത് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ, ഒരു വലിയ വഴിത്തിരിവായി മാറുവാനിടയാകും. അങ്ങനെ ഒരു നല്ല തീരുമാനമെടുക്കുവാൻ ദൈവം വചനം കേൾക്കുന്ന എല്ലാ പേർക്കും കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം തൻ്റെ മുമ്പിലിരിക്കുന്ന, അഥവാ യേശു തൻ്റെ മുമ്പിലിരിക്കുന്ന ആ പരീശന്മാരോട്, അതുപോലെ സദൂക്യരോട്, മറ്റു വിമർശകരോട്, നിങ്ങൾ പഴയ നിയമത്തിലെ തിരുവചന സത്യങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കാൻ കാരണം? അതേ പ്രിയമുള്ളവരെ, ദൈവവചനം നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം നമ്മുടെ കാലിന് ദീപമാണ്, അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ്.
അതിലെ സത്യം അഥവാ സത്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഉത്തമമായ കാര്യങ്ങളിലൊന്നാണ്. അത് നമ്മെ ജ്ഞാനിയാക്കും. അത് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കും. തിരുവചനം നമ്മെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈനംദിനം ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും നിർമ്മലീകരിക്കുകയും നമ്മെ വിശുദ്ധരാക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുവചനം ദൈനംദിനം വായിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.